So next is limiting distribution. Limiting distribution എന്താണെന്ന് വെച്ചാൽ let x and be a time homogeneous Markov chain on the state space S1, 2, 3, etc. If the probability distribution of xn denoted by pi of n approaches a limit as n tends to infinity. Probability distribution pi of n ഇൻഫിനിറ്റിയിലാകുമ്പം അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ് ലിമിറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. പൈ ഓഫ് സീറോവിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. Then this is called limiting distribution or steady state distribution of xn. And it is denoted by pi നമുക്ക് എങ്ങനെ എഴുതാം, pi 1, pi 2, etc. Limit, that is limit n tends to infinity, probability that xn is equal to j, pi j ആയിട്ട് വരും. pi 1, pi 2, etc. മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ j 1, 2, 3 കൊടുക്കും, pi 1, pi 2, pi 3 അങ്ങനെ മാറും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പൈ സാറ്റിസ്ഫൈസ് pi 1 plus pi 2 plus that is equal to 1 because it is probability distribution അല്ല. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി ഈസ് 1. ഓൾസോ പി ടി പി എം ആണെങ്കിൽ പൈനെ നമുക്ക് പൈ ഇൻറ്റു പി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ മാർക്കോവ് ചെയിൻ വിത്ത് ടി പി എം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് പൈനെ എങ്ങനെ പറയാം? പൈ ഇസ് ഈക്വൽ ടു pi 1, pi 2, pi 3 ബിക്കോസ് 3 റോസ് ഉള്ളത്. pi 1, pi 2, pi 3 and pi is equal to pi p ആയിരിക്കും. pi into p ആയിരിക്കും. Okay, that is pi 1, pi 2, pi 3. That is the left hand side pi. Right hand side pi എന്താ? pi 1, pi 2, pi 3 into p. p is the 0.3, 0.3, 0.4, 0.2, 0, 0.8, 0.5, 0, 0.5. ഓക്കെ, അപ്പോൾ ഇത് ഈ സിസ്റ്റം ഒന്ന് സോൾവ് ചെയ്യണം. ഓക്കെ, അതായത് pi 1, pi 2, pi 3 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെങ്ങനെ pi 1, pi 2, pi 3 കണ്ടുപിടിക്കുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 0.3 pi 1 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാം. pi 1 ഇൻറ്റു ഇതും പ്ലസ് pi 2 ഇൻറ്റു ഇതും പ്ലസ് pi 3 ഇൻറ്റു ഇതും പ്ലസ് 0.2 pi 2 പ്ലസ് 0.5 pi 3. Next, this is 1/3 matrix. This is 3/3 matrix. So the product will be 1/3 ആയിരിക്കുമല്ലോ. 1/3. അതായത് ഒരു റോയും കോളം. ഇത് ഫസ്റ്റ് എലമെൻ്റ് ആണ്. നെക്സ്റ്റ് എലമെൻ്റ് എന്ത് വരും? 0.3 pi 1 പ്ലസ് 0. ബാക്കിയെല്ലാം 0 അല്ലേ? നെക്സ്റ്റ് വൺ 0.4 pi 1 പ്ലസ് 0.8 pi 2 പ്ലസ് 0.5 pi 3. ഓക്കെ, നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് pi 1 അല്ലേ, അപ്പം 3 ഇക്വേറ്റിംഗ് 0.3 pi 1 പ്ലസ് 0.2 pi 2 പ്ലസ് 0.5 pi 3 is equal to pi 1. അപ്പം ഇത് നമുക്ക് ഇക്വേഷൻ ആക്കുമ്പോൾ ഈ pi 1 ലെഫ്റ്റ് കൊണ്ടുവരുമ്പം 0.3 മൈനസ് 1 വരുമല്ലോ. അപ്പം മൈനസ് minus 0.7 pi 1 plus 0.2 pi 2 plus 0.5 pi 3 is equal to 0. Equation number 1. Next one ആണെങ്കിലോ 0.3 pi 1 is equal to pi 2. അപ്പോൾ 0.3 pi 1 minus pi 2 is equal to 0. Equation number 2. Third one എന്ത് വരും? 0.4 pi 1 plus 0.8 pi 2 plus 0.5 pi 3 is equal to pi 3. അപ്പോൾ 0.4 pi 1 plus 0.8 pi 2 ഇതിപ്പുറം വരുമ്പോൾ മൈനസ് 0.5 pi 3 is equal to 0. Equation number 3. 3 ഇക്വേഷൻ സോൾവ് ചെയ്താലോ?
നമുക്ക് വേണമെങ്കിൽ മെട്രിക്സ് യൂസ് ഇക്വേഷൻ രണ്ടാമത്തെ 0.3 -1 0 0.4 0.8 -0.5 കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. ഇതിനെ റെഡ്യൂസ് ചെയ്താൽ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ 0.7 0.2 0.5